ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നല്ലേ. ഞാനേ കുറച്ച് കറി ലീവ്സ് എടുത്തിട്ടേ ഫ്രീസറിൽ വെച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ട് നമുക്കത് എത്ര ദിവസം ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോൾ ആദ്യം ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ വീണ്ടും വേറെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കവർ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അന്ന് കറിവേപ്പില ഫ്രീസറിലേക്ക് വെച്ചതാണേ. അപ്പോൾ 2 കവറിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡെയിലി യൂസിനുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടും ഒന്ന് പിന്നെ തൊടാതെ മാറ്റി വെച്ചതും. അതാണിപ്പോൾ 2 കവറ്. അപ്പോൾ ഈ കറിവേപ്പില വെച്ചിട്ട് ഒരാഴ്ചയായി കേട്ടോ ഞാൻ ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, അപ്പോൾ ഇലേൻ്റെ കളറിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇതിപ്പോൾ 1 വീക്ക് ആയിട്ടേ ഉള്ളൂ, ഒരുപാടൊന്നും ആയിട്ടില്ല. കണ്ടില്ലേ, നല്ല കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിൽ വെച്ച് കഴിഞ്ഞാൽ കറി ലീവ്സ് ഫ്രീസറിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോഴേ എനിക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ കറിവേപ്പില. നാട്ടിൽ നിന്ന് കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് കറിവേപ്പില കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഞാനിത് എങ്ങനെ ഫ്രഷായിട്ട് എടുത്ത് വെക്കാമെന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഫ്രോസൺ ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സിപ്ലോ കവർ എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് നല്ല എയർ ടൈറ്റായിട്ട് ഇത് അടച്ചു വെക്കണം. അതായത് എയറൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ സിപ്ലോ കവറിൻ്റെ ലോക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് നമുക്കിത് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും പിന്നീട് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെയാണ് ഞാൻ കവർ ലോക്ക് ചെയ്തത്. നല്ലപോലെ എയർ കളഞ്ഞിട്ട് കവറ് നല്ലപോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു കവറും പിന്നെ ഇതുപോലെ തന്നെ വേറൊരു കവറിൽ ബാക്കിയുള്ള കറിവേപ്പിലയും എടുത്തിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തൊടാതെ മാറ്റി വയ്ക്കാനും ബാക്കിയുള്ളത് നമുക്ക് ഡെയിലി യൂസിന് എടുക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മിൻറ്റ് ലീഫും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കറിവേപ്പില ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായേ. അപ്പോൾ ഇത് അതിന് ശേഷം ഞാൻ വാങ്ങിയതാണ് ഈ മിൻറ്റ് ലീഫും അതുപോലെ മല്ലി ഇലയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കറിവേപ്പില എന്തായാലും ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഇരിക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ഞാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുന്ന സമയത്ത് അതിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പം ഞാനത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നാട്ടിൽ മഴയൊക്കെ ആയ കാരണം ഓൾറെഡി അത് വെറ്റായിട്ടിരുന്ന കറിവേപ്പിലായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ വീണ്ടും പിന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കഴുകിയെടുത്തില്ല. ഞാൻ അതിനെ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തു. ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടും ന്യൂസ് പേപ്പറിലൊക്കെ വെച്ച് അതിലെ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷമാണ് ഞാനത് കവറിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചത് കേട്ടോ. ഒരാഴ്ച മുന്നേ. ഇത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ മിൻറ്റ് ലീഫിൻ്റെയും മല്ലി ലീഫിൻ്റെയും പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഇതും ഇനി ഞാൻ അതുപോലെ തന്നെ വെള്ളമൊക്കെ കളയാൻ വേണ്ടി വെച്ചതാണ്. വെള്ളമൊക്കെ ഡ്രൈ ആക്കി ഞാനത് കവറിലേക്ക് ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതും ഞാൻ അതുപോലെ തന്നെ ഞാൻ ഫ്രീസറിലേക്ക് വയ്ക്കുവേ. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇനി ഈ കവറേ നല്ല പോലെ എയർ ടൈറ്റ് ആക്കി വെക്കണം കേട്ടോ. എയറെല്ലാം ഒഴിവാക്കി എയറിനെയൊക്കെ പുറത്തേക്ക് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ സിപ്പ് ലോക്ക് ചെയ്യാൻ. അപ്പോൾ പകുതി വരെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള എയർ പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് മിൻറ്റും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതാ എൻ്റെ കവറുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഫ്രീസറിലേക്ക് വെക്കാനുള്ള പരിപാടിയിലാണ്. ആ സമയത്ത് തന്നെ ഫ്രീസറിലിരിക്കുന്ന കറിവേപ്പില എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ കറിവേപ്പിലേൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. അതുപോലെ ഇതിനി ഒരാഴ്ച കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഇതാ ഫ്രീസറിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ 2 കവറിൽ കറിവേപ്പില ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. എടുക്കട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ തൊടാതെ വെച്ചിരിക്കുന്നത്. അതായത് ഇത് വെച്ചിട്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. പിന്നെ അത് ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്, കാണുന്നില്ലേ? കവറിൻ്റെ പുറത്ത് കൂടെ നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം. മറ്റേ കറിവേപ്പിലേൻ്റെ പാക്കറ്റ് ഞാനിപ്പോൾ തൽക്കാലം തുറക്കുന്നില്ല, കാരണം അതിപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി ഓപ്പൺ ചെയ്താൽ അത് കേടുവരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നോക്കൂ, ഞാൻ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതാ കണ്ടു നോക്കൂ. കളറൊക്കെ അതേപോലെ തന്നെ. ഒരാഴ്ചയാട്ടോ ഇത്, ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ഇത് വെച്ചിട്ട്. അപ്പോൾ അത് ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ മേലെ ഐസ് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പുറത്തേക്ക് ഇത് എടുക്കുന്ന സമയത്തേ നല്ല എന്താ പറയുക ഐസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതൊന്ന് നനച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധാ കറിവേപ്പില പോലെ തന്നെ അത് ഒരു ഫ്രീസായി ഇരിക്കുന്നതൊക്കെ മാറിയിട്ട് സാധാ പോലെ തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് അയ്യോ ഇത് ആകെ ഐസായി പോയല്ലോ എന്ന് വിചാരിക്കരുത്. ഇത് ഐസായി പോയിട്ടുണ്ട്. പക്ഷെ ഇത് വെള്ളത്തിലേക്ക് ഇടുക അല്ലെങ്കിൽ നനച്ച് കൊടുക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കറിവേപ്പിലേനെ പോലെ തന്നെ ആവും കേട്ടോ ഇത്. ഇനി മിൻറ്റും മല്ലി ലീഫും എന്താവും എന്നറിയില്ല. അത് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി ഇത് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ ഇതാ എൻ്റെ ഇലകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കറിവേപ്പില വെച്ചിട്ട് 2 വീക്സായി. അതുപോലെ മിൻറ്റും മല്ലിയിലയും വെച്ചിട്ട് പുതിനയിലയും മല്ലി ഇലയും വെച്ചിട്ട് 1 വീക്കായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തത് മിൻറ്റാണ്. മിൻറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഫ്രീസായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ഈ ഫ്രോസണായിട്ടിരിക്കുന്നതൊക്കെ മാറിയിട്ട് സാധാ ഇല പോലെ ആവും. ഇതിൽ കാണുന്ന പോലെ തന്നെ ഇലയുടെ കളറിനൊന്നും ചേഞ്ച് വന്നിട്ടില്ല. ചെറിയൊരു മാറ്റമുണ്ട്, അത്ര ഫ്രഷ് അല്ല എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്നാലും വലിയൊരു ചേഞ്ചൊന്നും വന്നിട്ടില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മല്ലി ലീവ്സ് ഒന്ന് എടുത്ത് നോക്കാം എന്താ അവസ്ഥ എന്ന്. പക്ഷേ ഞാനത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടോ, സ്മെല്ല് പോയിട്ടില്ല. ചെറിയൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. എത്രയായാലും ഫ്രഷായ ഒരു ലീഫിൻ്റെ മണം നമുക്ക് എന്തായാലും കിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് മിൻറ്റ് ലീഫ് നമുക്ക് ഫ്രീസറിൽ വെക്കുന്നതിനേക്കാൾ ബെറ്റർ താഴെ വെക്കുന്നതന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എയർ ടൈറ്റ് ആക്കിയിട്ട് തിരിച്ച് ഞാൻ ഫ്രീസറിലേക്ക് തന്നെ വെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇത് ഫ്രീസറിൽ വെച്ച കാരണം ഇനി താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ കറിവേപ്പിലയാണ് ഇപ്പോൾ ഇതിൽ ഞാൻ 2 വീക്സ് വെച്ചത്. അപ്പോൾ കൂടുതൽ ടൈം വെച്ചത് കറിവേപ്പിലയാണ്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാവേ. അപ്പോൾ അതാ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഞാൻ എടുക്കാതെ വെച്ച പാക്കറ്റാട്ടോ, തൊട്ടിട്ടില്ല ഞാൻ ഈ പാക്കറ്റ്. അന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ കറിവേപ്പിലേൻ്റെ മേലെ ഉള്ളത് വെള്ളം ഐസായിട്ടിരിക്കുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അതാ കറിവേപ്പില നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കി, സ്മെല്ലൊന്നും പോയിട്ടില്ല. നമ്മൾ പറിച്ച് കൊണ്ടുവന്ന് വെച്ച ആ ഒരു സ്മെല്ലൊന്നുമില്ല. പക്ഷേ ചെറിയൊരു കറിവേപ്പിലേൻ്റെ മണം അതിനുണ്ട്. സ്മെല്ല് കംപ്ലീറ്റ് പോയിട്ടില്ല. അപ്പോൾ കറിവേപ്പില നമുക്ക് ഫ്രഷായിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ആ ഒരു കാര്യം ഞാനിതൊന്ന് മനസ്സിലാക്കി കണ്ടില്ല. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം നല്ല നീറ്റായിട്ട് കളറൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ചില ഇലയൊക്കെ കളർ മാറിയിട്ടുണ്ട്, എന്നാലും കൂടുതലും കളർ മാറാത്ത ഇലകളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മല്ലിയില ഒന്ന് തുറന്ന് നോക്കാം. അതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഞാൻ മല്ലിയിലേൻ്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതെന്താ അവസ്ഥ എന്ന് നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ അല്ലാതെ ഇതൊന്ന് നമ്മൾ ഒന്ന് കഴുകിയിട്ടാണ് നമ്മൾ കറിയിലേക്കൊക്കെ ഇടുന്നത്. അപ്പം ഇതൊന്ന് നനയ്ക്കുന്ന സമയത്ത് ഇതൊരു ഫ്രഷ്നെസ് ഇല്ല. അപ്പോൾ മല്ലിയില നമ്മളിത് ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആകെ ചീത്തയായി പോകും. അപ്പോൾ ഇത് ഞാനിനി ഒരിക്കലും ഫ്രീസറിൽ വെക്കില്ല. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാനിത് ഇനി ഇതിപ്പോൾ നമുക്ക് ഫ്രീസറിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇത് ഞാനിനി തിരിച്ച് ഫ്രീസറിലേക്ക് തന്നെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ആരും ഫ്രീസറിൽ വെക്കണ്ട. പക്ഷേ കറിവേപ്പില ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് 2 വീക്സ് വരെ ഇപ്പോൾ ഇത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില എല്ലാവരും ഇതുപോലത്തെ സിപ്ലോ കവറിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ.